ഹായ്, എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത റിസൾട്ടായിരുന്നു ഒരുപാട്. കഴിഞ്ഞ ക്ലാസ് റിസൾട്ട് മാത്രമാണ് ഞാൻ എടുത്തത്. ഏതൊക്കെ റിസൾട്ടായിരുന്നു എടുത്തത്? ഒന്നാമത്തെ റിസൾട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഒന്നാമത്തെ റിസൾട്ട് എന്തായിരുന്നു? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അറിയാലോ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു sin x cos y plus cos x sin y. Okay. Next, sin of x minus y equal to എന്താണ്? sin x cos y minus cos x sin y. ഓർമ്മയുണ്ടല്ലോ? നെക്സ്റ്റ് റിസൾട്ട് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്തായിരുന്നു? കോസ് ഓഫ് എക്സ് ഇതായിരുന്നു ഫസ്റ്റ്. ഇതിൽ നിന്നാണ് ഞാൻ ബാക്കിയൊക്കെ റിസൾട്ട് ഡിറൈവ് ചെയ്തത്. എന്തായിരുന്നു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ. ദെൻ കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്തായിരുന്നു? കോസ് ഓഫ് എക്സ് മൈനസ് വൈ. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു cos x cos y plus sin x sin y. Then next എന്തായിരുന്നു? tan of x plus y equal to tan x plus tan y divided by 1 minus tan x tan y comma x comma y comma x plus y are not odd multiple of pi by 2. Next, tan of x minus y equal to എന്തായിരുന്നു? tan x minus tan y divided by 1 plus tan x tan y. Okay. Next result എന്തായിരുന്നു? cot of x plus y equal to cot x cot y minus 1 divided by cot x plus cot y. Last result എന്തായിരുന്നു? cot of x minus y equal to എന്തായിരുന്നു? cot x cot y plus 1 divided by cot y minus cot x. ഇതായിരുന്നു cot of x minus y. ഇത്ര റിസൾട്ട് എന്തായാലും ഇത്ര റിസൾട്ട് പഠിച്ചാൽ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. എന്തായിരുന്നു? സൈൻ ഓഫ് എക്സ് മൈനസ് വൈ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. എന്തായിരുന്നു? കോസ് ഓഫ് എക്സ് മൈനസ് വൈ. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് cos y plus sin x sin y. എന്തായിരുന്നു? tan of x minus y tan x plus tan of x minus y equal to tan x minus tan y divided by 1 plus tan x tan y. ഓക്കെ. ഈ റിസൾട്ട് എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ റിസൾട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുന്നത്തെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ? എപ്പോഴും ചോദിക്കുന്നതാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസീക് സ്ക്വയർ എക്സ് സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ് കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് നെഗറ്റീവ് ടാൻ എക്സ്. ഓക്കെ. എന്താണ് സാർ ഇത് ഈ റിസൾട്ട് എപ്പോഴും ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാവർക്കും പ്ലസ് 1 കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. ഇത് തന്നെയാണ് നമ്മൾ പ്ലസ് 2 എല്ലാ സ്ഥലത്തും ഈ റിസൾട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. ഈ റിസൾട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നാമത്തത് ഒരു റിസൾട്ട് ഡിറൈവ് ചെയ്തു തരാം. എന്താണ്? tan ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് എന്താണെന്ന് ഫസ്റ്റ് ചെയ്യുന്നത്. tan ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് എന്താണെന്ന് നമുക്ക് ഡിറൈവ് ചെയ്യണം. tan ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan എക്സ് പ്ലസ് വൈ tan പൈ ബൈ 4 പ്ലസ് tan എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan പൈ ബൈ 4 tan എക്സ്. ഓക്കെ. tan pi by 4 plus x equal to
tan pi by 4 plus tan x divided by 1 minus tan, ഇതേത് റിസൾട്ട് ആണ് യൂസ് ചെയ്തത്? tan of x plus y equal to tan x plus tan y divided by 1 minus tan pi by 4 എന്താണ്? tan pi by 4 എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 ആണെന്ന്. അപ്പോൾ 1 plus tan x divided by 1 minus tan pi by 4 1 into tan x എന്ന് പറഞ്ഞാൽ tan x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചു. tan pi by 4 plus x എന്താണ്? tan pi by 4 plus x equal to 1 plus tan x all divided by 1 minus tan x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ tan pi by 4 minus x എന്താണ്? tan pi by 4 minus x. അപ്പോൾ tan pi by 4 minus tan x divided by 1 plus tan pi by 4 into tan x. ഓക്കെ, ഈക്വൽ ടു എന്താണ്? tan pi by 4 എന്ന് പറഞ്ഞാൽ 1 minus tan x divided by 1 plus tan x. ഓക്കെ, ഇന്ന് നമ്മൾ രണ്ട് റിസൾട്ട് ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ റിസൾട്ട്? tan pi by 4 plus x equal to 1 plus tan x divided by 1 minus tan x. നെക്സ്റ്റ് എന്താണ്? tan pi by 4 minus x equal to 1 minus tan x divided by 1 plus tan x. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് sin 15 degree. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് sin 15 degree. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, hence find cos 75 degree. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. sin 15 ഡിഗ്രിയുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ. sin 15 degree equal to sin 45 degree minus 30 degree. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 45 ഡിഗ്രിന്ന് 30 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ 15 ഡിഗ്രി ആണ് കിട്ടുക. ഇവിടെ നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യുക. ഏത് റിസൾട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ട? sin of x plus y equal to sin of x minus y equal to sin x cos y minus cos x sin y. ഇവിടെ sin of x minus y, xന് പകരം 45, yക്ക് പകരം 30. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ത് കിട്ടി? sin 45 ഡിഗ്രി cos 30 ഡിഗ്രി minus cos 45 ഡിഗ്രി sin 30 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ? sin x cos y minus cos x sin y. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം sin 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. sin 45 cos 45 എന്നാണ് 1/√2 ആണ്. sin 30 എന്താണ്? 1/2 ആണ്. ഓക്കെ, then 1 into √3 divided by 2 into √2 2√2 minus 1 into 1/2√2 equal to 2√2 ഡിനോമിനേറ്റർ, ബാക്കി മുകളിൽ √3 minus 1. ഓക്കെ, അതായത് sin 15ന്റെ വാല്യൂ എന്താണ്? √3 minus 1/2√2. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ cos 75നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? cos 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് ചെയ്താൽ മതി. 45 പ്ലസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ആണ്. പക്ഷെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്കറിയാം cos 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ cos 45 ഡിഗ്രി പ്ലസ് 30 ഇട്ടിട്ട് 45 പ്ലസ് 30 ഡിഗ്രി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാൻ അതല്ല ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് cos 75 ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മുകളിലത്തെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. cos 75 ഈക്വൽ ടു cos ഓഫ് 90 മൈനസ് 15 അല്ലേ? cos ഓഫ് 90 മൈനസ് 15 ആണ്. ഡൗട്ട് ഉണ്ടോ?
കോസ് ഓഫ് 90 മൈനസ് 15 ആണ്. 90 ഡിഗ്രി മൈനസ്, നിങ്ങൾക്കറിയാം കോസ് 90 ഡിഗ്രി മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് അല്ലേ. സൈൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. ടാൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് എക്സ് ആണ്. കോട്ട് 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് ആണ്. സീക് 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക് എക്സ് ആണ്. കൊസീക് 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക് എക്സ് ആണ്. അതായത് കോസ് 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് സൈൻ എക്സ് ആണ്. സൈൻ 15 ഡിഗ്രി തന്നെ. സൈൻ 15ന്റെ വാല്യൂ എന്താണ്? √3 മൈനസ് 1/2 √2 √3 മൈനസ് 1/2 ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് കോസ് 15 ഡിഗ്രി, അതേപോലെ സൈൻ 75 ഡിഗ്രി, അല്ലെങ്കിൽ ഞാൻ ഇതായിക്കോട്ടെ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹെൻസ് ഫൈൻഡ് കോസ് 15 ഡിഗ്രി. ഓക്കെ, സൈൻ 75 ഡിഗ്രി ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. ഇവിടെ ഏതാണ് റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ റിസൾട്ട് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, സൈൻ ഓഫ് 45 പ്ലസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ 45 കോസ് 30 പ്ലസ് കോസ് 45 സൈൻ 30 എന്ന് പറയും. ഓക്കെ, ദെൻ സൈൻ 45 1/√2 ആണ്. കോസ് 30 √3/2 ആണ്. കോസ് 45 1/√2 ആണ്. സൈൻ 30 എന്താണ്? 1/2 ആണ്. ഓക്കെ, √3/2√2 പ്ലസ് 1/2√2 √3/2√2 പ്ലസ് 1/2 ഈക്വൽ ടു എന്താണ്? √3 പ്ലസ് 1/2√2. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് കോസ് 15. നിങ്ങളോട് കോസ് 15 ഡിഗ്രി മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കോസ് 45 മൈനസ് 30 ഡിഗ്രി എന്ന റിസൾട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, കോസ് 15 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 90 മൈനസ് 75 ആണ്. കോസ് 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പൊ സൈൻ 75 ഡിഗ്രി എന്ന് കിട്ടി. സൈൻ 75 ഡിഗ്രി എന്താണ്? √3 പ്ലസ് 1/2√2. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത്, ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത്, prove that sin 40 degree plus x into cos 10 plus x minus cos 40 degree plus x into sin 10 plus x equal to 1/2. എന്താണ് ക്വസ്റ്റ്യൻ? sin 40 degree plus x into cos 10 degree plus x minus cos 40 degree plus x into sin 10 degree plus x equal to 1/2. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. sin 40 degree plus x into cos 10 degree plus x minus cos 40 degree plus x into sin 10 degree പ്ലസ് എക്സ്. നിങ്ങൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇത് ഈ ഫ്ലോയിൽ ഒന്ന് വായിച്ചു നോക്ക്. സൈൻ 40 ഡിഗ്രി പ്ലസ് എക്സ് ഇൻറ്റു കോസ് 10 ഡിഗ്രി പ്ലസ് എക്സ് മൈനസ് കോസ് 40 ഡിഗ്രി പ്ലസ് എക്സ് ഇൻറ്റു സൈൻ. ഇത് ഇവിടെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നത്. ഇത് എ എന്നാക്കുന്നത്, ഇത് ബി എന്നാക്കുന്നത്. അങ്ങനെയാണ് ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊന്ന് കൂട്ടിയിട്ട് വായിച്ചാട്ടെ. നിങ്ങൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഏത് ഫോമിലാണുള്ളത്? സൈൻ എ കോസ് ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഈ ഫോമിലാണല്ലോ ഉള്ളത്.
സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ. എന്താണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി? സൈൻ എ കോസ് ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. എന്താണ് സൈൻ എ? ഇതെന്താണ്? സൈൻ ഓഫ് എ മൈനസ് ബി അല്ലേ? സൈൻ എ കോസ് സൈൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ. നിങ്ങൾ പഠിച്ചത് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇതാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ സൈൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡിഗ്രി പ്ലസ് എക്സും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്ലസ് എക്സും. അപ്പൊ സൈൻ 40 ഡിഗ്രി പ്ലസ് എക്സ് മൈനസ് 10 ഡിഗ്രി പ്ലസ് എക്സ് ആയി. അതായത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. ഓക്കെ, ദെൻ സൈൻ ഓഫ് ഇവിടെ 40 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. ഇനി എക്സ് മൈനസ് എക്സ് എന്താണ്? എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ സൈൻ 30 ഡിഗ്രി എന്ന് കിട്ടി. സൈൻ 30 ഡിഗ്രി എന്താണ്? സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2. ഓക്കെ, നമ്മുടെ ആൻസർ ക്ലിയർ ആയല്ലോ. ഇവിടെ യൂസ് ചെയ്ത റിസൾട്ട് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ചെയ്ത അതേ രീതിയിലെ 2 ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ ഓഫ് n plus 1x into sin of n plus 2x plus cos of n plus 1 into x into cos of n plus 2x equal to cos x. Okay, അതായത് sin of n plus 1 into x sin of n plus 2x plus cos of n plus 1 into x cos of n plus 2 into x. ഇത് ഏത് ഫോമിലാണുള്ളത്? നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചാൽ പോരെ. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. എന്തായിരുന്നു? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. എന്താണ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി? കോസ് ഓഫ് എ മൈനസ് ബി അല്ലേ? ഓക്കെ, അതായത് ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ n plus 2x. ഓക്കെ, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എ മൈനസ് ബി. ഇവിടെ രണ്ടിടത്തും എക്സ് കോമൺ ആണ്. അപ്പോൾ കോസ് ഓഫ് എക്സ് കോമൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ n plus 1 മൈനസ് ഓഫ് n plus 2 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് കിട്ടും? കോസ് ഓഫ് എന്നും എന്നും ക്യാൻസൽ, 1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പൊ കോസ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് കിട്ടും. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ത് തന്നെയാണ്? കോസ് എക്സ് തന്നെയാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഏത് ഫോമിലാണുള്ളത്? കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n plus 1x, ബി എന്ന് പറഞ്ഞാൽ n plus 2x, എ എന്ന് പറഞ്ഞാൽ n plus 1x, ബി എന്ന് പറഞ്ഞാൽ n plus 2x. ഓക്കെ, ഇത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന ഫോമിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് എ മൈനസ് ബി ആണ്. കോസ് ഓഫ് n plus 1x മൈനസ് n plus 2x എ ബി. ഓക്കെ, കോസ് ഇവിടെ രണ്ടിലും എക്സ് കോമൺ ആണ്. എക്സ് കോമൺ ആക്കി എടുത്ത് ബാക്കി n plus 1 മൈനസ് n plus 2, എന്നും എന്നും ക്യാൻസൽ ചെയ്ത് 1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. ഓക്കെ, അപ്പൊ കോസ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് കിട്ടും. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? കോസ് എക്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ്, അതായത് കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 4 മൈനസ് വൈ മൈനസ് സൈൻ പൈ ബൈ 4 മൈനസ് എക്സ് ഇൻറ്റു സൈൻ പൈ ബൈ 4 മൈനസ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ്. ഇത് ഏത് ഫോമിലുള്ള? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്താണ്? കോസ് എ കോസ് ബി
പ്ലസ് സൈൻ എ സൈൻ ബി കോസ് എ കോസ് ബി അവിടെ മൈനസ് ആണുള്ളത്. മൈനസ് സൈൻ എ സൈൻ ബി എന്താണ്? കോസ് ഓഫ് എ പ്ലസ് ബി ആണ്. നിങ്ങൾ പഠിച്ചതാണ്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഈക്വൽ ടു കോസ് ഓഫ് എ പ്ലസ് ബി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 മൈനസ് എക്സ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 മൈനസ് വൈ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ π/4 മൈനസ് എക്സ്, ബി എന്ന് പറഞ്ഞാൽ π/4 മൈനസ് വൈ. കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഈക്വൽ ടു കോസ് ഓഫ് π/4ഉം π/4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? π/4ഉം π/4ഉം ആഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം π/4ഉം π/2 ആണ്. π/4 പ്ലസ് π/4 ഈക്വൽ ടു π/2 മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, നമ്മുടെ റിസൾട്ട് എന്താണ്? നമുക്ക് കിട്ടേണ്ടത് എന്താണ്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ഇതല്ലല്ലോ നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആ റിസൾട്ടിലേക്ക് നമ്മൾ എങ്ങനെ എത്തിക്കും എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ മുന്നിലുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോസ് ഓഫ് π/2 മൈനസ് തീറ്റ ഈക്വൽ ടു എന്താണ്? സൈൻ തീറ്റ. ഓക്കെ, കോസ് ഓഫ് π/2 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ. സൈൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഞാൻ 3 ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഓക്കെ, ആ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് 2 ഇവിടെ ഉണ്ട്, ഒന്ന് ഇതിന് തൊട്ട് മുന്നേ ചെയ്തതുമാണ്. ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് ടാൻ വൈ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയാണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഇവിടെ റിസൾട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താണ്? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആണ്. അതേപോലെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഡിവൈഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. നമ്മുടെ കിട്ടേണ്ട ആൻസർ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് ടാൻ വൈ. ഇവിടെ ടാൻ എക്സ് കിട്ടണമെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ വേണ്ടത്? കോസ് വൈ ഉണ്ടാകാനും പാടില്ല. ഞാൻ ചെയ്യുന്നത് എല്ലാ ടേമിനും ഞാൻ കോസ് എക്സ് കോസ് എക്സ് കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് നോക്കാം. ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ all divided by sin x cos y divided by cos x cos y minus cos x sin y divided by cos x cos y. ഓക്കെ, ഞാനിപ്പോൾ എന്താണ് ചെയ്തത്? എല്ലാ ടേമിനെയും cos x cos y കൊണ്ട് ഡിവൈഡ് ചെയ്ത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ശരിയാണോ എന്ന്. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒരു ടേമിനെ മാത്രം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. എല്ലാ ടേമിനെയും നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല. നോക്കാം, ഇനി നമുക്ക് നോക്കാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ്. കോസ് വൈയും ക്യാൻസലായി. ഈ കോസ് എക്സും കോസ് എക്സും ക്യാൻസലായി. സൈൻ വൈ ബൈ കോസ് വൈ എന്താണ്? ടാൻ വൈ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ് ആണ്. ഓക്കെ, കോസ് വൈയും ക്യാൻസൽ ചെയ്ത് മൈനസ് കോസ് എക്സ് ബൈ കോസ് എക്സ് 1 ആണ്. സൈൻ വൈ ഡിവൈഡ് ബൈ കോസ് വൈ ഈക്വൽ ടു എന്താണ്? ടാൻ വൈ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. റിസൾട്ട് കിട്ടിയത് എന്തായിരുന്നു? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് ടാൻ വൈ. ക്ലിയർ ആണല്ലോ?
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan π/4. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, tan π/4 പ്ലസ് എക്സ് ഇൻറ്റു tan π/4 മൈനസ് എക്സ് എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. ഞാൻ റിസൾട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഡിറൈവ് ചെയ്തതാണ്. എന്താണ് tan π/4 പ്ലസ് എക്സ്? എന്താണ് tan π/4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ആണ്. അതായത് tan π/4 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan π/4 tan x. അതായത് ഇങ്ങനെയും ചോദിക്കാം, tan 45 ഡിഗ്രി പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ആണ്. ഓക്കെ, then tan π/4 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x ആണ്. ഓക്കെ, 1 മൈനസ് tan x 1 മൈനസ് tan x കട്ട് ചെയ്ത് 1 പ്ലസ് tan ഈക്വൽ ടു എന്താണ്? 1 ആണല്ലോ. ഓക്കെ, നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചു. tan π/4 പ്ലസ് എക്സ് ഇൻറ്റു tan π/4 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, tan π/4 പ്ലസ് എക്സ് അല്ലെങ്കിൽ tan 45 ഡിഗ്രി പ്ലസ് എക്സ് ഇൻറ്റു tan 45 ഡിഗ്രി മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഹെൻ ഷോ ദാറ്റ് tan 10 ഡിഗ്രി, tan 20 ഡിഗ്രി, tan 70 ഡിഗ്രി, tan 80 ഡിഗ്രി ഈക്വൽ ടു 1 എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. tan 10, tan 20, tan 70, tan 80 ഡിഗ്രി ഈക്വൽ ടു 1 എന്ന് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ മുന്നിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. tan 45 ഡിഗ്രി പ്ലസ് എക്സ് ഇൻറ്റു tan 45 ഡിഗ്രി മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ tan 10 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan 45 ഡിഗ്രി മൈനസ് 35 ഡിഗ്രി, tan 20 tan 45 ഡിഗ്രി മൈനസ് 25 ഡിഗ്രി. ഇനി tan 70 tan 45 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി എന്ന് എഴുതാം. tan 80 tan 45 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി എന്ന് എഴുതാം. ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് ചെയ്യുന്നത്, ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു ആണ്. tan 45 ഡിഗ്രി മൈനസ് 35 ഡിഗ്രി ഇൻറ്റു tan 45 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി ഒരുമിച്ച് എഴുതി. ബാക്കി എന്താണ്? tan 45 ഡിഗ്രി മൈനസ് 25 ഡിഗ്രി ഇൻറ്റു tan 45 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി. ഓക്കെ, ഇവിടെ പഠിച്ചിട്ടുണ്ട് tan 45 ഡിഗ്രി പ്ലസ് എക്സ് ഇൻറ്റു tan 45 ഡിഗ്രി മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണ് ഇതെന്താണ്? ഇതിൻ്റെ റിസൾട്ട് എന്താണ്? 1 ആണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? 1 ആണ്. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇന്ന് ഞാൻ ട്രിഗണോമെട്രിയുടെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടായ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് മൈനസ് വൈ, ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. tan π/4 പ്ലസ് എക്സ് എന്തായിരുന്നു? tan π/4 പ്ലസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് tan എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് tan എക്സ് ആണ്. അതേപോലെ tan π/4 മൈനസ് എക്സ് എന്താണ്? 1 മൈനസ് tan എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan എക്സ് ആണ്. ഓക്കെ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യനും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഈ ടോപ്പിക്കിൽ ബാക്കിയുണ്ട്. ഇപ്പോൾ ട്രിഗണോമെട്രിയുടെ കുറേ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല രസമാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.